ഈ വർഷം മോഹൻലാൽ ഗംഭീര വിജയങ്ങൾ നേടി ബോക്സ് ഓഫീസിൽ ടോപ്പിൽ തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണ്. ഇതുകൂടാതെ മോഹൻലാലിൻ്റെതായി വരാൻ പോകുന്ന ചിത്രങ്ങളും അത്രയ്ക്ക് വലിയ ആകാംക്ഷയും പ്രതീക്ഷയും ഹിറ്റാകുമെന്നുള്ള ഉറപ്പുമുള്ള സിനിമകളാണ്. സത്യനന്ദിക്കാട് മോഹൻലാൽ കൂട്ടുകെട്ടിലുള്ള സിനിമയും അതുപോലെ തന്നെ പാൻ ഇന്ത്യൻ സിനിമകളും ഒക്കെ മോഹൻലാലിൻ്റെതായി വരാൻ പോകുന്നു. അന്യഭാഷയിൽ നിന്നും ക്യാമിയോ വേഷങ്ങളും അതിഗംഭീരമായി മോഹൻലാലിൻ്റെതായി എത്താൻ പോവുകയാണ് ഉടനെ തന്നെ. അടുത്ത കാലത്ത് തുടർച്ചയായി ഇൻഡസ്ട്രി ഹിറ്റ് സമ്മാനിച്ച് മുന്നോട്ട് പോവുകയാണ് നടൻ മോഹൻലാൽ. ഈ വിജയ തുടർച്ചയ്ക്കായി മോഹൻലാൽ വീണ്ടും എത്തുകയാണ്. സത്യനന്ദിക്കാട് സംവിധാനം ചെയ്യുന്ന ഹൃദയപൂർവ്വം ആണ് ആ ചിത്രം. ഒരു ഇടവേളയ്ക്ക് ശേഷം ഹിറ്റ് നടനും സംവിധായകനും ഒന്നിക്കുന്നതിന്റെ ആവേശത്തിലാണ് ഏവരും. ഈ അവസരത്തിൽ റിലീസിന് മുൻപേ പുതിയ റെക്കോർഡ് ഇട്ടിരിക്കുകയാണ് ഹൃദയപൂർവ്വം. IMDb പട്ടികയിൽ ഹൃദയപൂർവ്വം ഇടം പിടിച്ചിരിക്കുകയാണ്. ജൂലൈ മുതൽ ഡിസംബർ വരെയുള്ള റിലീസുകളിൽ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ കാത്തിരിക്കുന്ന ചിത്രങ്ങളുടെ പട്ടികയാണിത്. 10 സിനിമകളാണ് ലിസ്റ്റിലുള്ളത്. ഇതിലെ ഒരേ ഒരു മലയാള പടം ഹൃദയപൂർവ്വം എന്നത് ഏറെ ശ്രദ്ധേയമാണ്. ലിസ്റ്റിൽ 8ാം സ്ഥാനത്താണ് മോഹൻലാൽ ചിത്രം. ഓണം റിലീസായാണ് ഹൃദയപൂർവ്വം എത്തുന്നത്. ഓണം റിലീസായി ഹൃദയപൂർവ്വം അല്ലാതെ തന്നെ കേരള ബോക്സ് ഓഫീസിൽ 4ഓളം സിനിമകൾ ഇറങ്ങുന്നുണ്ട്. ആ 4 സിനിമകളും വ്യത്യസ്തമായ ജോണറുകളിൽ ഇറങ്ങുന്നതും വലിയ ഹൈപ്പുള്ള ചിത്രങ്ങളുമാണ്. അതിൽ ഒരുപടി ഹൈപ്പ് കൂടി നിൽക്കുന്നത് മോഹൻലാൽ ചിത്രത്തിന് തന്നെ. അപ്പോൾ IMDbയുടെ റേറ്റിംഗ് എത്തിയപ്പോൾ ഒരു മലയാള ചിത്രം മാത്രമേ ഉള്ളൂ ഈ ഒരു കാലയളവിൽ ഏറ്റവും ഹൈപ്പുള്ള പ്രേക്ഷകർ കാത്തിരിക്കുന്ന ചിത്രം. ലിസ്റ്റിൽ 8ാം സ്ഥാനത്താണ് മോഹൻലാൽ ചിത്രം. ഹോംബാലെ ഫിലിംസിന്റെ ബ്രഹ്മാണ്ഡ ചിത്രമായ മഹാവതാർ നരസിംഹയെ പിന്തള്ളിയാണ് ഹൃദയപൂർവ്വം ഈ നേട്ടം കൊയ്തിരിക്കുന്നത്. പട്ടികയിൽ ഒന്നാമതുള്ളത് രജനികാന്ത് ചിത്രം കൂലിയാണ്. ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്യുന്ന ചിത്രം ഓഗസ്റ്റ് 14 തിയേറ്ററുകളിൽ എത്തും. 2ാം ചിത്രം വാർ 2 ആണ്. ഹൃതിക് റോഷനും ജൂനിയർ NTR ഒന്നിക്കുന്ന ചിത്രവും ഓഗസ്റ്റ് 14 തിയേറ്ററുകളിൽ എത്തും. പ്രഭാസ് നായകനായി എത്തുന്ന ഹൊറർ ത്രില്ലർ രാജാ സാബ് ആ പട്ടികയിൽ 3ാമതാണുള്ളത്. ഡിസംബറിൽ ചിത്രം റിലീസ് ചെയ്യുമെന്നാണ് വിവരം. ആഖോ കി ഗുസ്താഖിയാൻ ആണ് 4ാം സ്ഥാനത്തുള്ളത്. ഹിന്ദി റൊമാന്റിക് ചിത്രമാണിത്. സന്തോഷ് സിംഗ് സംവിധാനം ചെയ്ത ചിത്രത്തിൽ വിക്രാന്ത് മാസി, ഷനയ കപൂർ എന്നിവരാണ് പ്രധാന വേഷങ്ങളിൽ എത്തുന്നത്. ജൂലൈ 11 ചിത്രം റിലീസ് ചെയ്യും. ജൂലൈ 18 റിലീസ് ചെയ്യുന്ന സായാര എന്ന ഹിന്ദി പടമാണ് 5ാം സ്ഥാനത്ത്. ടൈഗർ ഷെറോഫിന്റെ ബാഗി 4 6ാം സ്ഥാനത്തും സൺ ഓഫ് സർദാർ 2 7ാം സ്ഥാനത്തുമാണ്. 8ാം സ്ഥാനം മോഹൻലാലിന്റെ ഹൃദയപൂർവ്വം കൈയടക്കിയപ്പോൾ മഹാവതാർ നരസിംഹ 9ാം സ്ഥാനത്തും ആലിയ ഭട്ട് ചിത്രം ആൽഫ 10ാം സ്ഥാനവും നേടി. ഇതൊക്കെ പ്രേക്ഷകരെ അത്ഭുതപ്പെടുത്തുന്ന ഒന്നായി മാറുന്നുണ്ട് മോഹൻലാലിൻ്റെതായി. ഇങ്ങനെ മോഹൻലാൽ സിനിമയെ കാത്തിരിക്കുന്ന പ്രേക്ഷകർക്ക് മുന്നിലേക്ക് മോഹൻലാൽ ഇന്നേ ദിവസം ഒരു സർപ്രൈസ് കൂടി കൊണ്ടുവന്നിരുന്നു. അത് സാക്ഷാൽ മോഹൻലാൽ അവതാരകനായി എത്താൻ പോകുന്ന ബിഗ് ബോസിൽ നിന്നാണ്. ബിഗ് ബോസ് പുതിയ പരീക്ഷണങ്ങളൊക്കെ നടത്താൻ പോകുന്നു എന്നറിയുമ്പോൾ ഇത്തവണ ഇച്ചിരി ഞെട്ടിപ്പിക്കുക തന്നെ ചെയ്യാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. പ്രേക്ഷകരെല്ലാം ഒന്ന് ഞെട്ടിയിരിക്കുകയാണ്. ബിഗ് ബോസിൽ മോഹൻലാലിനൊപ്പം എത്താൻ പോകുന്ന ആളെക്കുറിച്ച് അറിഞ്ഞാണ് സാക്ഷാൽ ബിഗ് ബോസ് ആരാധകർ തന്നെ ഞെട്ടിയിരിക്കുന്നത്. ഒരു പല്ല് പോലും മുളയ്ക്കാത്ത ഒരു കൊച്ചിനെ ബിഗ് ബോസിൽ കൊണ്ടുവരാൻ പോകുന്നു എന്നറിയുമ്പോൾ ആരായാലും ഒന്ന് അതിശയിച്ചു പോകും. ബിഗ് ബോസിൽ ലാലേട്ടനൊപ്പം ഒരു കുട്ടിക്കുറുമ്പിയും ഉണ്ടാകുമോ എന്നാണ് എല്ലാവരുടെയും ചോദ്യം. ഇപ്പോൾ ബിഗ് ബോസിന്റെ പുതിയ പ്രമോ വീഡിയോയിലാണ് ഇവർ ഒന്നിച്ച് വന്നിരിക്കുന്നത്. ഏതെങ്കിലും ഒരു ചാൻസ് ഉണ്ടെങ്കിൽ ഞാൻ ഈ കുറുമ്പിയെ കൊണ്ടുവരും എന്നാണ് ലാലേട്ടൻ ആ വീഡിയോയിൽ പറയുന്നത്. ലാലേട്ടന്റെ പുതിയ ബിഗ് ബോസിനായി പ്രേക്ഷകരെല്ലാം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഇങ്ങനെയൊരു പ്രമോ വന്നപ്പോൾ എന്താണ് ഇങ്ങനെയൊരു നീക്കം എന്നതാണ് എല്ലാവരെയും ശരിക്കും ഞെട്ടിപ്പിച്ചത്. ബിഗ് ബോസിൽ പുതിയ പരീക്ഷണങ്ങൾ നടക്കുമെന്ന് ഉറപ്പാണ്. പുറത്തു നിന്നുമുള്ള ആൾക്കാരൊക്കെ വരുന്നുണ്ട്. എന്നിരുന്നാലും ഇങ്ങനെയൊന്നും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല എന്നതാണ് എല്ലാവരും പറയുന്നത്. ഇന്നേ ദിവസം എന്തായാലും പ്രേക്ഷകരെ ശരിക്കും ബിഗ് ബോസ് ഞെട്ടിപ്പിച്ചു. സാക്ഷാൽ മോഹൻലാൽ തന്നെ. ഈ ഒരു പ്രമോ വന്നതിന് പിന്നാലെ നമ്മൾ ശ്രദ്ധിച്ചത് ബിഗ് ബോസിൽ എത്താൻ പോകുന്ന മത്സരാർത്ഥികളെ കുറിച്ച് തന്നെയാണ്. അങ്ങനെ പ്രഡിക്ഷൻ ലിസ്റ്റുകളൊക്കെ പരിശോധിച്ചാൽ രേണു സുധി, RJ അഞ്ജലി, ആദിത്യൻ ജയൻ, ജിഷിൻ മോഹൻ, ബിനീഷ് ബാസ്റ്റിൻ തുടങ്ങി ചില പ്രഡിക്ഷൻ ലിസ്റ്റുകളും പുറത്തു വന്നിട്ടുണ്ട്. കുറെ മത്സരാർത്ഥികളുടെ പേരുകളൊക്കെ പ്രഡിക്ഷൻ ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. പ്രഡിക്ഷൻ ലിസ്റ്റ് വരുമ്പോൾ തന്നെ ഈ ലിസ്റ്റിൽ വന്ന പലരുടെയും സാന്നിധ്യം നമ്മൾ ബിഗ് ബോസിൽ കാണുകയും ചെയ്തിരുന്നു കഴിഞ്ഞ പ്രാവശ്യമൊക്കെ. അതുകൊണ്ട് ഈ മത്സരാർത്ഥികളെ തള്ളിക്കളയാനാകില്ല. ഇവരിൽ പലരും എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഭൂരിഭാഗം പേരും ഏതെങ്കിലും തരത്തിൽ വിവാദങ്ങളിൽ അകപ്പെട്ടവരാണ് എന്നതാണ് ഏറെ ശ്രദ്ധേയമാകുന്നത്. അവർ തന്നെയാണ് എത്താൻ പോകുന്നതും. നടൻ അപ്പാനി ശരത്തിന്റെ പേരും ഇതുമായി ബന്ധപ്പെട്ട് കേൾക്കുന്നുണ്ട്. കൂടാതെ ഓൺലൈൻ മീഡിയകളിൽ വൈറലായിട്ടുള്ള പലരും ബിഗ് ബോസിന്റെ ഭാഗമായേക്കും എന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട്. ഇഷാനി ഇഷ, ആദില നൂറ, RJ അഞ്ജലി, അപ്പാനി ശരത്, ആദിത്യൻ ജയൻ, അനുമോൾ, റോഹൻ ലോണ, ജിഷിൻ മോഹൻ, ബിനീഷ് ബാസ്റ്റിൻ, സ്വീറ്റ് ബെർണാഡ്, രേണു സുധി, ജാസി, ബിജു സോപാനം, മസ്താനി, ഇങ്ങനെ പോകുന്നു ആ പ്രഡിക്ഷൻ ലിസ്റ്റുകളൊക്കെ. നിങ്ങളുടെ ലിസ്റ്റിൽ ആരൊക്കെ ബിഗ് ബോസിൽ എത്താൻ സാധ്യതയുണ്ട് ഈ ബിഗ് ബോസ് മലയാളം സീസൺ 7-ൽ?